നമ്മൾ ജർമ്മനിയിലെ ഒരു ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു 2 അഡൾട്ട്സും 2 കിഡ്സുമായിട്ട് നിൽക്കുന്ന ഫാമിലിയിലെ മന്ത്ലി എത്ര എക്സ്പെൻസ് വരുമെന്ന് നോക്കിയാലോ. ഈ മന്ത്ലി എക്സ്പെൻസ് പറയണേക്കാൾ മുൻപ് ആ ഒരു ഫാമിലിയിൽ ഇപ്പൊ 2 പേരോ അല്ലെങ്കിൽ ഒരാളോ വർക്ക് ചെയ്തിട്ട് അവരുടെ നെറ്റ് മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 4 ലാക്ക് 4000 യൂറോ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ വരാവുന്ന എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി പറയാൻ പോകുന്ന എക്സ്പെൻസുകളെല്ലാം അപ്രോക്സിമേറ്റ് ആണ് കേട്ടോ, അല്ലാതെ ഇതിനേക്കാളും കൂടാം കുറയാം. ഒരു എക്സാക്ട് ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ല ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് അപ്പാർട്ട്മെന്റ് റെന്റ് ആണ്. അത് 1100 യൂറോ തൊട്ട് 1400 യൂറോ വരെ വരും. ഇനി രണ്ടാമത്തെ എക്സ്പെൻസ് ഇലക്ട്രിസിറ്റി, ഹീറ്റിംഗ്, പിന്നെ ഇന്റർനെറ്റ്. ഇത് 250 യൂറോ തൊട്ട് 350 യൂറോ വരെ വരാം. ഇനി അടുത്തതാണ് ഗ്രോസറീസ്. 500 യൂറോ തൊട്ട് 700 യൂറോ വരെ മാസം നമുക്ക് ചെലവ് വരാം. ഇനി അടുത്തത് നമുക്കൊരു കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ കാറിന്റെ റെന്റ് ഒരു 300 യൂറോ തൊട്ട് 500 യൂറോ വരെ മാസം വരാം. ഇനി അതിന്റെ ഫ്യൂവൽ ചാർജ് 120 യൂറോ തൊട്ട് 180 യൂറോ വരെ മാസം വരാം. ഇനി അടുത്തത് നമുക്ക് കാറല്ല, നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 120 യൂറോ തൊട്ട് 150 യൂറോ വരെ മാസം വരാം. ഇനി അടുത്തത് കുട്ടികളുടെ എക്സ്പെൻസ്. അവർക്ക് ഇപ്പോൾ തുണികൾ വാങ്ങിക്കുക അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിനൊക്കെ ആയിട്ട് പുറത്തോട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ 150 യൂറോ തൊട്ട് 300 യൂറോ വരെ ഇത് എക്സ്പെൻസ് വരും. അടുത്തത് മൊബൈൽ ഫോൺ ചാർജിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു 30 തൊട്ട് 60 യൂറോ വരെ. ഇനി അടുത്തത് മറ്റ് എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ മിസ്ലീനിയസ് ആയിട്ട് നമുക്കൊരു 200 തൊട്ട് 300 യൂറോ വരെ മാസത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ 4000 യൂറോ തൊട്ട് 4200 യൂറോ വരെ മാസം നെറ്റ് ഇൻകം ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ഇപ്പോൾ അവർ നോക്കിയും കണ്ടൊക്കെ ചിലവാക്കുന്ന ഒരു നോർമൽ ലൈഫ് നയിക്കുന്ന ഒരു ഫാമിലിയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്പെൻസുകളെല്ലാം കഴിഞ്ഞ് മാസം ഒരു 900 യൂറോ തൊട്ട് 1300 യൂറോ വരെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അതല്ല നല്ലപോലെ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാമിലി ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ മാസം എക്സ്പെൻസുകളെല്ലാം കഴിഞ്ഞ് ഒരു 30,000-40,000 അടുത്തൊക്കെയാണ് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സാലറി മാത്രമല്ല, ഇതിൽ മറ്റ് പല ഫാക്ടേഴ്സും നമ്മളിങ്ങനെ അബ്രോഡ് താമസിക്കുമ്പോൾ അതിൽ വരുന്നുണ്ട്. വർക്ക് ലൈഫ് ബാലൻസ്, ക്വാളിറ്റി ഓഫ് ലൈഫ്, പിന്നെ ഇവിടെ നമുക്ക് കുറേ ചൈൽഡ് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇതൊന്നും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എക്സ്പെൻസുകൾ മാത്രം പറയുന്ന ഒരു വീഡിയോ ആണ്. ജർമ്മനിയിലോട്ട് വരാൻ നിൽക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാണാണ്ടാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. പിന്നെ കമൻറ്റുകൾ ഇടുമ്പോൾ മാന്യമായ രീതിയിൽ മാത്രം കമൻറ്റ് ഇടാൻ ശ്രമിക്കുക.